റിപ്പോർട്ടേഴ്സിന്റെ അടുത്ത് നിന്ന് ഡോജെ സെയ്യെ രക്ഷിച്ച് കാറിൽ കയറ്റും. ഒരു റിഡിക്കുലസ് കണ്ടീഷനാണ്, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇയാളെ. കാരണം ഇയാൾ ഏത് രൂപത്തിലായിരുന്നെങ്കിലും എനിക്ക് ഇയാളെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു എന്ന് ഡോജെ പറഞ്ഞിട്ട് ഇവളുടെ ഫോൺ തിരിച്ചു കൊടുക്കും. ഇവളാണെങ്കിൽ എൻ്റെ ഫോൺ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാതിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് ഫുൾ വന്നിട്ടുണ്ടാവും. എനിക്കിപ്പം കൺസേൺ ഉള്ളത് ഈ റൂമറിനെ കുറിച്ചാണ്. ഇയാൾക്ക് വീട്ടിലോട്ടല്ലാതെ വേറെ സുരക്ഷിതമായിട്ട് പോകാൻ വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ എന്ന് ചോദിക്കും. ഇവളുടനെ ഇവനെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഇൻഹോയുടെ വീട്ടിലേക്കാണ്. ഇൻഹോയെ കാണുന്നതന്നെ തന്നെ സെഗിയുടെ ഫോൺ അറ്റൻഡ് ചെയ്തത് അവനാണെന്ന് ഡോജയ്ക്ക് മനസ്സിലാവും. ഡോജ ആരാണെന്ന് ഇൻഹോയ്ക്ക് മനസ്സിലാവും. അപ്പം അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ഡോജയും വിളിച്ചുകൊണ്ട് സെഗി അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഇൻഹോ എന്തോ പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇവിടെ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അകത്ത് ചെല്ലുമ്പോൾ ഇൻഹോയുടെ അച്ഛനും അമ്മയും അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കേണ്ടി വരും. നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാനാണെങ്കിൽ എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത്? ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോയാൽ പോരായിരുന്നു എന്ന് ഇൻഹോ ചോദിക്കും. നിന്റെ കൂടെ വേണമെങ്കിൽ ഞാനൊരു ഹോട്ടലിൽ വരും, പക്ഷേ ഡോജയുടെ കൂടെ പോകാൻ എനിക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ സെഗി പറയും. അപ്പം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ കവറപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണോ ഞാനുമായിട്ട് റിലേഷനിലാണെന്ന് റൂമർ ലീക്ക് ചെയ്തതെന്നുടനെ ഡോജെ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ സെയ്ക്ക് ദേഷ്യം വരും. ഞാൻ എന്തിനാണ് ഇങ്ങനെ റൂമർ ലീക്ക് ചെയ്യുന്നത്? എനിക്കതുകൊണ്ട് എന്ത് ഗുണമാണുള്ളതെന്ന് ചോദിക്കും. അപ്പോൾ ഡോജെ പറയും ഇയാളെ ട്രാൻസ്ഫോം ചെയ്ത ദിവസമാണ് ആ റൂമർ ലീക്കായതെന്ന്. ഇത് കേൾക്കുമ്പോൾ ഇൻഹോ ഞെട്ടി ഇങ്ങനെ നോക്കും. സെഗി ഉടനെ ഡോജയും വിളിച്ച് അകത്ത് പോയിട്ട് ചോദിക്കും ഫേസ് ബ്ലൈൻഡ്നെസ് ഉണ്ടായിട്ടും എങ്ങനെയാണ് ആ ക്രൗഡിൻ്റെ ഇടയ്ക്ക് നിന്ന് എന്നെ റെക്കഗ്നൈസ് ചെയ്തതെന്ന്. അപ്പം ഫേസ് ബ്ലൈൻഡ്നെസ് ഉണ്ടെന്ന് ഇവൻ സമ്മതിച്ചു കൊടുക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ റൂഫ് ടോപ്പിൽ വെച്ച് എന്നെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞില്ല എന്ന് ഇവൾ ചോദിക്കുമ്പോൾ ഇയാൾ പ്രശസ്ത ആയതുകൊണ്ട് എല്ലാവരും ഇയാളെ തിരിച്ചറിയണമെന്നുണ്ടോ എന്നാണ് ഇവൻ തിരിച്ചു ചോദിക്കുന്നത്. എന്നിട്ട് ഇവളുടെ വീഡിയോ കാണിച്ചു കൊടുക്കും. ഇതൊരു റിഡിക്കുലസ് സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് തോന്നി, പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു, കാരണം എനിക്ക് ഇയാളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ഏത് മുഖമായാലും എന്ന് പറയും. എന്തിനാണ് എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് ഇവൾ ചോദിക്കുമ്പോൾ ഇയാൾക്ക് ഒരു റൂമർ വന്നു ഇങ്ങനെ ഒരു സ്കാനിലൊക്കെ വരുവാണെങ്കിൽ അത് ഞങ്ങളുടെ കമ്പനിയെ ബാധിക്കും, കാരണം ഇയാൾ ഞങ്ങളുടെ കമ്പനിയുടെ മോഡലാണെന്നാണ് ഇവൻ തിരിച്ചു പറയുന്നത്. ഞാൻ വിചാരിച്ചു ഇയാൾ എൻ്റെ സാഹചര്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചതാണെന്ന് ഉടനെ സെഗി പറയും. അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട, ഇത് നമ്മൾ ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ ഇയാളുടെ ഇമേജ് നല്ലതായിട്ടിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കമ്പനിയുടെ ആവശ്യമാണെന്നാണ് ഡോജെ തിരിച്ചു പറയുന്നത്. ഡോജെ ഗ്രാൻഡ് ഫാദറിനെ വിസിറ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലും. അപ്പം ഗ്രാൻഡ് ഫാദർ ചോദിക്കും റൂമറൊക്കെ കേട്ട് ശരിയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അല്ല എന്ന് ഇവൻ പറയും. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഞാൻ വില്ല് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വക്കീലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പം സേറയുടെയും ഇവൻ്റെയും പേരിങ്ങനെ മാറി മാറി വില്ല് മാറ്റും, ആരാണെന്ന് ഫൈനലായിട്ട് ഡിസൈഡ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്കാണ് ഗ്രാൻഡ് ഫാദർ എപ്പോഴും സംസാരിക്കുന്നത്. ഡോജെ നോക്കുന്നുണ്ടെ അമ്മ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും, കാരണം അവിടെ ഒരുപാട് ഗിഫ്റ്റ്സ് ഒക്കെ ഇരിപ്പുണ്ട്. അമ്മ കൊണ്ടുവരുന്ന ഗിഫ്റ്റ്സ് ഒക്കെയാണ്. അപ്പോൾ ഇവൻ്റെ പേര് വില്ലിൽ ഉണ്ടാവണം എന്ന അമ്മയ്ക്ക് നല്ല നിർബന്ധം ഉണ്ടായി. അമ്മ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് ഡോജയ്ക്ക് അറിയാം. അവൻ അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോഴത്തേക്കും നേരെ സേറ വരും. ഇവൻ പക്ഷെ കാണുന്നില്ല. അപ്പം മനഃപൂർവ്വം ഇഗ്നോർ ചെയ്തിട്ട് പോവുകയാണെന്ന് വിചാരിച്ചിട്ട് സേറ അവനെ പിടിച്ചു നിർത്തും. കണ്ടില്ലെന്ന് ഡോജെ പറയുന്നുണ്ടെങ്കിലും നേരെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് കണ്ടില്ലെന്ന് പറയാനായിട്ട് എങ്ങനെ തോന്നുന്നു എന്നാണ് സേറ തിരിച്ചു ചോദിക്കുന്നത്. അപ്പോൾ ഉടനെ ഡോജെ പറയും ഡേറ്റിംഗ് സ്കാൻഡലിന് പിന്നിൽ സേറയാണെന്ന് എനിക്കറിയാം. ഇത്രയും ചീപ്പായിട്ടുള്ള മാർഗങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇപ്രാവശ്യത്തേക്ക് മാത്രം ഞാൻ ക്ഷമിക്കുകയാണ്, കാരണം എൻ്റെ അമ്മയ്ക്ക് ഇയാളുടെ അച്ഛനെ ഇഷ്ടമാണ്, അവരൊന്നിച്ച് ജീവിക്കുകയാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോകും. റൂമർ ശരിയാണോന്ന് അറിയാൻ ഭൂമിയെ പുറകെ റിപ്പോർട്ടേഴ്സ് വിളിച്ചുകൊണ്ടേയിരിക്കും. റിപ്ലൈ കൊടുത്ത് ഭൂമിക്ക് മടുക്കും. കുറേ നേരം ആകുമ്പോൾ സെയ്ക്ക് ദേഷ്യം വന്നിട്ട് ഒരു റിപ്പോർട്ടർ വിളിക്കുന്നുണ്ടേ അത് ഞങ്ങൾ ഡേറ്റ് ചെയ്യുകയാണെന്ന് വിളിച്ച് പറയും. ഫോൺ കട്ട് ചെയ്തിട്ട് എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ഭൂമി ചോദിക്കും. നമുക്കല്ല, അവർക്കാണ് കൂടുതൽ ഡാമേജ് വരുന്നത് ഈ ഒരു സ്കാൻഡൽ കാരണം, പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നതെന്നുണ്ടേ സെയ് ചോദിക്കും. എന്നിട്ട് ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലും നിങ്ങൾ എന്നെ വിസിറ്റ് ചെയ്യാൻ വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഇൻഹോയ്ക്ക് കാര്യം മനസ്സിലാവും. ഡോജെ വീട്ടിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ടേ ഞാൻ ട്രാൻസ്ഫോം ചെയ്യുന്നത് കണ്ടായിരുന്നു, എൻ്റെ ഫോണിലെ വീഡിയോസ് എല്ലാം കണ്ടു, ഇപ്പോൾ എൻ്റെ സീക്രട്ട് ഡോജയ്ക്കും അറിയാമെന്ന് പറയും. ഭൂമി അന്നേരം തന്നെ ഒരു റിപ്പോർട്ടറെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് റൂമർ ശരിയാണ്, നിങ്ങൾ കേട്ടത് ശരിയാണ്, അവർ തമ്മിൽ ഡേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കും. എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ഇൻഹോ ചോദിക്കും. എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു സീക്രട്ട് ലീക്ക് ആവുകയാണെങ്കിൽ ഇവർ തമ്മിൽ ഡേറ്റ് ചെയ്യുമായിരുന്നു, ബ്രേക്കപ്പ് ആയതിൻ്റെ വിഷമത്തിൽ പിച്ചും പേയും പറയുവാണെന്ന് നമുക്ക് പറയാമെന്ന് പറയും. അതെങ്ങനെയാ അങ്ങനെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ സെഗിയുടെ കരിയറിനെ അത് ബാധിക്കത്തില്ലേ എന്ന് ഇൻഹോ ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ല, നമുക്ക് അത്രയും നാൾ ഇത്രയും വലിയൊരു കമ്പനിയുടെ സിഇഒയുടെ ഗേൾ ഫ്രണ്ട് ആയിട്ടിരിക്കാം എന്ന് ഭൂമി പറയും. രണ്ടുപേർക്കും ദേഷ്യം കാരണം കണ്ണു കാണാൻ വയ്യാതിരിക്കുകയാണ്, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് ഇൻഹോയ്ക്ക് മനസ്സിലാവും. ഡോജയുടെ ഓഫീസിലേക്ക് കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സെക്രട്ടറി എടുത്തിട്ട് അതെല്ലാം ഡിനേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അമ്മയുടെ കോള് വരും. കേട്ടത് സത്യമാണോ, അമ്മ ഇടപെടണോ, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ സെഗിയുടെ കാര്യം കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് സെക്രട്ടറി
ഡോജയുടെ അടുത്ത് പറയും. വീണ്ടും ഒരു റിപ്പോർട്ടർ വിളിക്കുന്നുണ്ടെ പേഴ്സണലി ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് ഡോജോ തന്നെ ഫോൺ എടുത്തിട്ട് അയാളോടുത്ത് പറയും. ഭൂമിയും സേഗിയും ഇൻഹോയുടെ വീട്ടിലാണ്, അമ്മയുടെ കൂടെയാണ്. അവർ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. അന്നേരമാണ് ഇൻഹോയ്ക്ക് ഒരു അനിയത്തിയുണ്ട്, ആറം എന്നാണ് പേര്. രാത്രി മുഴുവൻ ക്ലബിലൊക്കെ ആയിരുന്നു. അതിനുശേഷം രാവിലെ വീട്ടിലേക്ക് വരുവാണ്. അമ്മ ഉടനെ വഴക്ക് പറയും. പക്ഷെ ഇവർ രണ്ടുപേരും പ്രോത്സാഹിപ്പിക്കും. ഇങ്ങനെ വേണം ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സേഗി ആണെങ്കിൽ എക്സ്ട്രാ പോക്കറ്റ് മണിയും കൊടുക്കും ആ കുട്ടിക്ക്. ഡോജെ സേഗിയെ കാണാനായിട്ട് വരും. ഒരു ചാരിറ്റി ഇവന്റിനെ അറ്റൻഡ് ചെയ്യണം എന്ന് പറയാനായിട്ടാണ് വരുന്നത്. സേഗി ആകെ ദേഷ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും ഞാൻ അറ്റൻഡ് ചെയ്യത്തില്ല. ഓൾറെഡി ആൾക്കാർ ഞാൻ ക്രേസി ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടെ പറയും, അത്രയല്ലേ ഉള്ളൂ, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ ഇയാൾക്ക് അങ്ങനെയല്ല, ഇയാൾക്ക് കൂടുതൽ കാര്യങ്ങൾ നഷ്ടപ്പെടാനുണ്ട്. നിങ്ങളുടെ കമ്പനിക്ക് അത് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എനിക്കും പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ എൻ്റെ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്, അവരെയൊക്കെ ഇത് ബാധിക്കും എന്നൊക്കെ ഡോജെ പറയും. ഇവള് കൈൻഡ് ഹാർട്ടഡ് ആണെന്നറിയാം. അപ്പം ഇവനിങ് ഇതൊക്കെ പറയുമ്പോഴത്തേക്കിനും ചെല്ലാന്ന് സേഗി സമ്മതിക്കും. അങ്ങനെ ഡോജയും സേഗിയും കൂടി ചാറ്റ് ഇവന്റിൽ പങ്കെടുക്കും. അപ്പോൾ ഇതിന്റെ കാര്യം സംസാരിക്കാനാണ് റിപ്പോർട്ടർ അടുത്ത് നേരിട്ട് കാണണം എന്ന് ഡോജെ പറഞ്ഞത്. ഒരുപാട് റിപ്പോർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഡേറ്റിംഗ് റൂമറിനെ പറ്റി. രണ്ടുപേരും അത് തെറ്റാണെന്ന് ഉറപ്പിച്ച് പറയും. അതെല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഈ കമ്പനിയുടെ മോഡലാണ് ഞാൻ, അത്രയും മാത്രമേ ഉള്ളൂ, പിന്നെ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇവന്റ്സിലൊക്കെ പങ്കെടുക്കണം, അത്രേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സേറ അവിടേക്ക് വരും. ഒരു ബൊക്കെയൊക്കെ ആയിട്ടാണ് വരുന്നത്. കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ബ്രദറിന്റെ ഗേൾ ഫ്രണ്ട് ആയതിന് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇത് ആരാണെന്ന് എല്ലാവരും നോക്കുന്നുണ്ട്. കാര്യങ്ങൾ പ്രശ്നമാകുമെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ സേഗി അവിടെ നിന്നുകൊണ്ട് ചിരിക്കും. ചിരിച്ചിട്ട് നിങ്ങൾ തമ്മിൽ അത്ര നല്ല റിലേഷൻ അല്ലാന്ന് തോന്നുന്നു, സിബ്ലിങ്സ് ആണെങ്കിലും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ, അത് വെറും റൂമറാണ്, അത് റൂമറാണോ സത്യമാണോ എന്ന് പോലും അന്വേഷിക്കാതെ ഇങ്ങനൊരു ഇവന്റിൽ വന്നിട്ട് എനിക്കൊരു ബൊക്കെ തരേണ്ട കാര്യമില്ലായിരുന്നല്ലോ, എന്തായാലും ബൊക്കെ കൊണ്ടുവന്നത് ഞാൻ വാങ്ങിക്കാം, പക്ഷെ കേട്ടത് തെറ്റാണെന്ന് പറയും. ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങൾ ഇപ്പം തന്നെ അത് ഡിനേ ചെയ്തിട്ടേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ ശരിക്കും ഒന്ന് അന്വേഷിക്കണ്ടേ എന്ന് ഇവളോട് സേഗി ചോദിക്കും. സേറ ആണെങ്കിൽ ഒന്ന് സ്കോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്, അപ്പം ഞാൻ തെറ്റിദ്ധരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിനും അത് തെറ്റിദ്ധാരണയല്ല, വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണെന്ന് ഉടനെ ഡോജെ പറയും. സേറ ഒരു ട്രക്ക് നിറച്ച് സാധനങ്ങളും കൊണ്ടാണ് വരുന്നത്. ഇങ്ങനെ ഒരു ഇവന്റിന് വരുമ്പോൾ ഞാൻ കൈവീശി വരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇത് എൻ്റെ വക ഇരിക്കട്ടെ എന്ന് പറയും. നോക്കുന്നുണ്ടെ വേറെ 2 ട്രക്ക് വരും, അത് ഡോജയുടെ വകയാണ്. ഇത് ഞാൻ എക്സ്ട്രാ ആയിട്ട് സംഭാവന ചെയ്യുന്നതാണെന്ന് ഡോജെ പറയും. ഒരു രീതിക്കും ഡോജയെ തോപ്പിക്കാനായിട്ട് സെറയ്ക്ക് പറ്റിയില്ല. അപ്പൊ ഇവരെല്ലാം ഒന്നിച്ച് നിന്നിട്ടാണ് അവിടെ എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നത്. അന്നേരം ഡോജെ അടുത്ത് സേഗി ചോദിക്കും, സെറയായിട്ട് നല്ല റിലേഷനിലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങള് സഹോദരങ്ങളെ പോലെയല്ല, ശത്രുക്കളെ പോലെയാണെന്ന് ഡോജെ പറയും. സെറ തൊട്ടടുത്ത് നിൽക്കുകയാണ്, എനിക്ക് കേൾക്കാൻ കേട്ടോന്ന് അവൾ പറയുന്നുണ്ട്. ഡോജെ മൈൻഡ് ചെയ്യത്തില്ല. സേഗി ഇങ്ങനെ അവനെ നോക്കിയിട്ട് ചോദിക്കും, ഫാമിലി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമോ എന്ന്. ഇത് കേൾക്കുമ്പോൾ സെക്രട്ടറി ഞെട്ടും. സേറയ്ക്ക് എന്താണ് കാര്യമെന്ന് അറിയത്തില്ലല്ലോ. ഒന്നും മിണ്ടാതെ ഡോജെ നോക്കുന്നുണ്ടേ, അല്ല അഹങ്കാരം കാരണം ഇയാൾക്ക് കണ്ണ് കാണാൻ വയ്യല്ലോ എന്ന് ഉടനെ ഇവള് തിരുത്തും. ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഇയാൾക്ക് എങ്ങനെ തോന്നും എന്ന് ഉടനെ ഡോജെ തിരിച്ചു ചോദിക്കും. ഇത് കേട്ട ഇൻഹോയും ഭൂമിയാണ് ഇപ്പം ഞെട്ടുന്നത്. ഉടനെ തന്നെ അല്ല ആക്ട്രസ് ആണല്ലോ, അപ്പം പല പല രീതിക്ക് ട്രാൻസ്ഫോം ചെയ്യാമല്ലോ എന്ന് ഇവനും തിരുത്തും. രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നിങ്ങളുടെ റിലേഷനെ പറ്റി ഞാൻ തെറ്റിദ്ധരിച്ചതായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സേറ സേഗിയുടെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ല എന്ന് എനിക്ക് മനസ്സിലായി, എനിക്കും അവനെ ഇഷ്ടമല്ല, അങ്ങനെ ആവുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ സൈഡിലാണെന്ന് സേറ പറയും. ഇത് കേൾക്കുമ്പോൾ സേഗിക്ക് ദേഷ്യം വരും. ഞങ്ങൾ രണ്ടുപേരെയും പ്രശ്നത്തിലാക്കാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെ സിബ്ലിങ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് രണ്ടുപേരും തമ്മിൽ പറഞ്ഞു തീർക്കണം, അതിൻ്റെ ഇടയ്ക്ക് എന്നെ പിടിച്ചിടാന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞിട്ട് സേഗി പോകും. സേഗി ആള് നല്ല ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോജയുടെ അടുത്തേക്ക് സേറ വരുന്നത്. ഇന്നത്തെ ഇവന്റ് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന് അറിയേണ്ടേന്ന് ചോദിക്കും. ഇങ്ങനത്തെ ഇവന്റൊക്കെ അറിയാനായിട്ട് വലിയ പാടൊന്നുമില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം, കാരണം സ്കാൻഡലൊക്കെ സൃഷ്ടിക്കുന്ന ഒരാളല്ലേ എന്നാണ് ഉടനെ ഡോജെ പറയുന്നത്. സേഗിയായിട്ട് എന്തോ പ്രശ്നം ഉണ്ടല്ലേ, നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് തോന്നി, എന്താണ് നിങ്ങൾക്കിടയിൽ നടക്കുന്നതെന്ന് സേറ ചോദിക്കും. അത് സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ കയ്യിൽ കഴുകിക്കൊണ്ടിരുന്ന പാത്രം എല്ലാം കൂടി ഇവിടെ കയ്യിലേക്ക് കൊടുക്കും. ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ ഇത് വാഷ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയും. ഇവർക്ക് ദേഷ്യം വന്നിട്ട് അത് തറയിലിട്ട് പൊട്ടിക്കും. സ്വന്തമായിട്ട് പരത്തി വെച്ച മെസ്സ് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യാൻ ഇനിയെങ്കിലും പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവൻ തിരിഞ്ഞു നോക്കാതെ നടക്കും. സേറയ്ക്ക് ദേഷ്യം വന്നിട്ട് ബാക്കിയുള്ള പാത്രം കൂടി പൊട്ടിക്കാനായിട്ട് നോക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുന്നെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഇവര് നോക്കുന്നുണ്ടെങ്കിൽ ഇൻഹോയ്ക്ക് ചുറ്റും ആൾക്കാരാണ്, അവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെയാണ്. അവൻ പ്രീസ്റ്റ് ആകാൻ പോവുകയാണെന്നൊന്നും അവർക്കൊന്നും അറിയത്തില്ലല്ലോ.
അപ്പം നല്ല ഹാൻസം ആണ്. അതുകൊണ്ട് തന്നെ അവൻ എല്ലായിടത്തും നന്നായിട്ടാണ് പെരുമാറുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ മിണ്ടാനും ഫോട്ടോ എടുക്കാനും ഒക്കെ തിരക്കാണ്. ഇത് കാണുന്നുണ്ടെ ഭൂമി കളിയായിട്ട് പറയും, നോക്കിക്കേ അവനൊരു എനർജി ബൂസ്റ്റർ ആണ്, ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ കൂടി ഒരു സെലിബ്രിറ്റി ആക്കിയേനെ സേഗിയെ പോലെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് കമ്പനി നല്ല ലാഭത്തിൽ കൊണ്ടുപോകാമായിരുന്നു എന്ന് പറയുമ്പോൾ സേഗിയും തിരിച്ച് പറയും, ഇപ്പോഴും വൈകിട്ടില്ല, നീ വിചാരിച്ചാൽ അതൊക്കെ നടക്കും എന്ന് പറയും. എന്നിട്ട് ഇൻഹോയുടെ അടുത്തേക്ക് ചെല്ലും. മതി മതി, ഫാൻ സർവീസ് ഒക്കെ നിർത്തിയിട്ട് നീ അത്യാവശ്യമായിട്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്തേ എന്ന് പറഞ്ഞിട്ട് സേറെ കാണിച്ചു കൊടുക്കും. ആ ആളെ കണ്ടോ, ആ ആളുടെ ശ്രദ്ധ തിരിക്കണം, എനിക്ക് ഡോജയെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ഞാൻ ഡോജയെ കൺഫ്രണ്ട് ചെയ്യാനായിട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് ഇൻഹോയെ സേറയുടെ അടുത്തേക്ക് പറഞ്ഞു വിടും. സേഗി ഡോജയുടെ അടുത്ത് നിന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇത്ര ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് ഫേസ് ബ്ലൈൻഡ്നെസ് ഉണ്ടെന്ന്. എന്നോട് അത് തുറന്ന് സംബന്ധിച്ചാൽ എന്താണ് പ്രശ്നം? എൻ്റെ പപ്പ ഇതുപോലെയാണ്, ആൾക്കാരെ തിരിച്ചറിയുന്നത് മണം വെച്ചിട്ടാണ്, നിങ്ങളും അതുപോലെ ആയിരിക്കും, വേറെ എന്തെങ്കിലും ട്രീറ്റ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ തിരിച്ചറിയുന്നതെന്ന് ചോദിക്കും. വെറുതെ എന്തിനാണ് എൻ്റെ പുറകെ നടന്നിങ്ങനെ പറയുന്നത്, നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാൻ പറഞ്ഞപ്പോഴൊക്കെ നിങ്ങളെ ഞാൻ റെക്കഗ്നൈസ് ചെയ്തില്ലേ എന്നപ്പോൾ ഡോജെ തിരിച്ചു ചോദിക്കും. ഈ സമയത്ത് സേറ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഇവളിങ്ങനെ നോക്കിയിട്ട് സേറയ്ക്ക് ഈ കാര്യങ്ങൾ അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ഇവളെയും വിളിച്ചുകൊണ്ട് പോകും. ഇവരുടെ പുറകെ പോകാനായിട്ട് സേറ തുടങ്ങുന്നുടനെ ഇൻഹോ അവളുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ട്, എനിക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് ഡ്രൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യൂ, ഇതെല്ലാം ഒന്ന് വിരിക്കണം എന്ന് പറയും. അപ്പോൾ ഇവളാണെങ്കിൽ സമ്മതിക്കത്തില്ല, വേറെ ആരെങ്കിലും നോക്കും, ഞാൻ ബിസിയാ, എനിക്ക് ഉടനെ പോയാലേ പറ്റത്തുള്ളൂ എന്ന് പറയും. പക്ഷെ ഇവൻ വഴി ബ്ലോക്ക് ചെയ്ത് നിൽക്കും. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ സേറ ഇവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇവർ നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സേഗിയും ഡോജയും നിന്ന് സംസാരിക്കുന്നത്. ഇവരുടെ ശ്രദ്ധ മുഴുവൻ അവിടെയാണ്, അവരെന്താണ് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുമോ എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡ്രസ്സ് ഡ്രൈ ചെയ്യാൻ വിരിക്കാനൊന്നും ഇവർക്ക് ശ്രദ്ധയില്ല. അതുകൊണ്ട് തന്നെ ഇൻഹോയെ പറഞ്ഞു വിട്ടേക്കുന്നത് ഇവളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഇവിടെ ശ്രദ്ധിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കും ഇൻഹോ. നല്ല ചാമിങ് സ്മൈലൊക്കെയാണ് അവൻ്റേത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. ആദ്യം സേറ നിന്ന് ശ്രദ്ധിക്കാൻ നിൽക്കും, ഇവൻ വീണ്ടും വീണ്ടും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അവനെ. മാറ്റി നിർത്തിയിട്ട് ഡോജെ സേഗിയെടുത്ത് ചോദിക്കുന്നത്, ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്തതുകൊണ്ട് എന്താണ് വ്യത്യാസം വരാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് ആശ്വാസം തോന്നും, നമുക്ക് രണ്ടുപേരുടെയും വീക്ക്നെസ് അറിയാലോ എന്നുള്ളൊരു ആശ്വാസം തോന്നുമെന്ന് സേഗി പറയും. അത് വെറുതെയാണ്, എന്നെ ഇയാൾ പേടിക്കണം, ഇയാൾ പേടിച്ച് വേണം എന്നോട് സംസാരിക്കാൻ, കാരണം ഇയാളുടെ വലിയൊരു സീക്രട്ട് എനിക്ക് അറിയാമെന്ന് പറയുമ്പോഴത്തേക്കിനും സേഗി തിരിച്ചു പറയും, ശരിയാണ്, ഞാൻ എല്ലാ ദിവസവും പേടിച്ചാണ് ജീവിക്കുന്നത്, ഈ കണ്ടീഷൻ വന്ന അന്ന് മുതൽ ഞാൻ പേടിയോടുകൂടിയാണ് ജീവിക്കുന്നത്, ആരെങ്കിലും ഇത് കണ്ടുപിടിക്കുമോ, കണ്ടുപിടിച്ചാൽ എൻ്റെ അവസ്ഥ എന്താകും, അങ്ങനെ ഒരു പേടി എനിക്ക് എന്നും ഉണ്ട്. പക്ഷേ ഞാൻ ഒളിക്കാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ എന്നെ കണ്ടുപിടിച്ചു. ഇയാൾ എന്തിനാണ് എന്നെ വിശ്വസിക്കുന്നത്, എൻ്റെ ഈ കണ്ടീഷൻ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്തിനാണ്, തന്നെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് എന്തിനാണ് എന്നോട് പറഞ്ഞത്? എന്തു തന്നെ ആയാലും ഞാനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എന്ന് അവൾ പറയുന്നുണ്ടേ. ഡോജെ പറയുന്നത്, അങ്ങനെയൊന്നും അല്ല, അതിപ്പോൾ താനല്ല വേറൊരാളായിരുന്നെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്തേനെ, അത് താനാണെന്ന് അറിഞ്ഞിട്ടല്ല, തനിക്ക് ഇഷ്ടമുള്ളത് താൻ വിചാരിച്ചോ എന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ സേഗിക്ക് ദേഷ്യം വരും. ഇയാൾക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരമാണ് ഇല്ലാതാക്കിയത്, എപ്പോഴും എല്ലാവർക്കും അങ്ങനെ ഒരു അവസരം കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തിൽ അവിടുന്ന് പോകും. അന്നേരം ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കും. സേഗി നോക്കുമ്പോൾ ഒരു കുട്ടി നിന്ന് കരയാണ്, അതിൻ്റെ അമ്മ ഒരു ട്രക്കിന്റെ മുമ്പിലേക്ക് എടുത്ത് ചാടുകയാണ്. ഇവിടെ ഓടിച്ചെന്ന് അവരെ പിടിച്ച് മാറ്റാനായിട്ട് നോക്കും, ട്രക്ക് അടുത്തെത്തും. അന്നേരത്തേക്ക് ഡോജെ ഓടിച്ചെന്ന് രണ്ടുപേരും പിടിച്ചു മാറ്റും. എല്ലാവരും കൂടി താഴെ വീഴും. ഇവളാണെങ്കിൽ അമ്മയെ വഴക്ക് പറയും, സ്വന്തം കുട്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് ഇങ്ങനെയൊക്കെ കാണിക്കാമോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടേ ഡോജെ എഴുന്നേക്കുന്നില്ല. ഇവളടുത്ത് എന്നിട്ട് അവനെ ഇങ്ങനെ വിളിക്കും. അപ്പൊ അവന്റെ മനസ്സിൽ കൂടെ നേരത്തെ എപ്പോഴോ അവൻ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ പല കാര്യങ്ങളും ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഇവന് ബോധമില്ലെന്ന് വിചാരിച്ച് ഇവള് വീണ്ടും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും അവളുടെ കൈ മുറിഞ്ഞിട്ടുണ്ടെന്ന് അവൻ പറയും. അപ്പൊ ഈ അമ്മയുടെ മൂത്ത കുട്ടി ആ സ്ഥലത്ത് ഒരു ആക്സിഡന്റിൽ മരിച്ചതാണ്. അന്ന് മുതൽ അവർ അവിടെ വന്നിരുന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴാണ് തിരിച്ചു പോകുന്നതെന്ന് ഇൻഹോ സേഗിയെടുത്തും ഭൂമിയെടുത്തും പറഞ്ഞു കൊടുക്കും. ഇവർ രണ്ടുപേരും സേഗിയുടെ മുറിവ് ഡ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവളിങ്ങനെ നോക്കിയിട്ട് ഡോജെ എവിടെയും ചോദിക്കും, അവനെ എവിടെ ഒന്നും കാണാനില്ല, അവൻ തിരിച്ചു പോയെന്ന് ഇവർ പറയും. സേഗിയുടെ ഇമേജ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നല്ല കാര്യങ്ങളാണ് ഡോജയുടെ കമ്പനി ചെയ്യുന്നത്, അവർക്ക് ഇതൊക്കെ എത്ര ഈസി ആണെന്ന് ഭൂമി ഇങ്ങനെ പറയും. അന്നേരം പക്ഷേ സേഗി ആണെങ്കിൽ എന്തിനായിരിക്കാം ആക്സിഡന്റ് കഴിഞ്ഞപ്പോൾ അത്രയും നന്നായിട്ട് ഡോജെ എൻ്റെ അടുത്ത് പെരുമാറിയത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ മിണ്ടാതിരിക്കുന്ന കാണുമ്പോൾ ഭൂമി ചോദിക്കും എന്ത് പറ്റിയെന്ന്. ഒന്നുമില്ല, ഞാൻ ടയേർഡാണ്, അത്രേ ഉള്ളൂ, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞിട്ട് ഭൂമിയെ പറഞ്ഞു വിടും. കഫേന്ന് കിട്ടിയ CCTV ഫുട്ടേജ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഡോജെ. ട്രാൻസ്ഫോം ചെയ്ത സേഗിയാണ് അതിലുള്ളത്. പിന്നെ അവളുടെ ഫോണിൽ കണ്ട വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഓർക്കും. ഈ സിറ്റുവേഷൻ റിഡിക്കുലസ് ആണ്,
പക്ഷെ എനിക്ക് ഈ സിറ്റുവേഷൻ മനസ്സിലാകുന്നുണ്ട്. വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും എനിക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. സേഗി എന്ന ആളെ മനസ്സിലാക്കാൻ പക്ഷെ പറ്റുന്നില്ല. അത് വേറൊരു ഇഷ്യൂ ആണ്. അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം എന്ന് വിചാരിക്കും. ഡയറക്ടർ കിം ഡോജയെ കാണാൻ വന്നിട്ട് ഇറിറ്റേറ്റിംഗ് രീതിയിലാണ് സംസാരിക്കുന്നത്. ഇത്രയൊക്കെ സംഭവം നടന്നിട്ടും എന്തുകൊണ്ടാണ് മോഡലിനെ മാറ്റാത്തത്, അതിന് പിന്നിൽ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് എന്നൊക്കെ ഇങ്ങനെ അർത്ഥം വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അത് കേൾക്കുമ്പോൾ ഡോജയ്ക്ക് ദേഷ്യം വരും. ശരിയാണ്, സെഗിയുടെ പേരിൽ ഒരുപാട് സ്കാൻഡൽസ് ഉണ്ടായിട്ടുണ്ട് ഇതുവരെ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവരെ ഏത് ബ്രാൻഡിനെ റെപ്രസെന്റ് ചെയ്താലും അതൊക്കെ ബെസ്റ്റ് സെല്ലേഴ്സ് ആണ്. ബ്യൂട്ടി പ്രോഡക്ട്സ് ആവട്ടെ, എന്തെങ്കിലും ക്ലോത്ത്സ് ആവട്ടെ, സ്നാക്സ് ആവട്ടെ, ആൾക്കാരത് വാങ്ങിക്കാനായിട്ട് ക്യൂ നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് നമ്മളുടെ മോഡലും ആകേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് സെഗിയെ മാറ്റാത്തതെന്ന് പറയും. സേറയാണെങ്കിൽ ഇൻഹോ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന കഫേയിലേക്കാണ് അന്ന് കോഫി വാങ്ങിക്കാൻ വരുന്നത്. ഇവനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല, ഫോണിൽ നോക്കിക്കൊണ്ടാണ് വരുന്നത്. ഇവളെ കണ്ട് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അവൻ ഗ്രീറ്റ് ചെയ്യും. അവിടെയുള്ള പെൺകുട്ടികളെല്ലാം ഇവനെ ഇങ്ങനെ വായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വേറൊരു പെൺകുട്ടിയെ, സുന്ദരിയായ പെൺകുട്ടിയെ ഗ്രീറ്റ് ചെയ്ത് കാണുമ്പോഴത്തേക്കും അവർക്കൊക്കെ നിരാശയുണ്ട്. ഇവളിങ്ങനെ നോക്കിയിട്ട് മൈൻഡ് ചെയ്തില്ല, പരിചയഭാവമൊന്നും കാണിക്കത്തില്ല. അപ്പൊ എന്താ വേണ്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ അന്ന് തൊട്ട് മുമ്പ് വേറൊരാളും കൂടി ഇതേ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ലിഡിൽ ഒരു ഹാർട്ട് വരച്ചിട്ടാണ് കൊടുക്കുന്നത്. പോയി കഴിയുന്ന തന്നെ കൂടെ ഉണ്ടായിരുന്ന ജോലിക്കുണ്ടായിരുന്ന ആൾ ചോദിക്കും, രണ്ടുപേരുടെയും തമ്മിൽ മാറി പോയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഈ ആൾക്ക് ഞാനൊരു ഹാർട്ട് വരച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. സേറ പുറത്തിറങ്ങി നോക്കുമ്പോൾ അതിന്റെ ലിഡിൽ ഒരു ഹാർട്ടൊക്കെ വരച്ചു വെച്ചേക്കുന്നു. ഇപ്പം മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് ഇവള് വിചാരിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്ത് റെക്ലെസ് ആണ് എന്നാണ് അവൾ മനസ്സിൽ വിചാരിക്കുന്നത്. സേഗി ഫേസ് ബ്ലൈൻഡ്നെസ്സിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ബ്രെയിൻ ഡാമേജ് വന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നത്. അവർക്ക് ചിലപ്പോൾ സ്വന്തം ഫേസ് പോലും റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മറ്റുള്ളവരെ അവർ തിരിച്ചറിയുന്നത് ബാക്കി ചില ട്രേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. ചിലപ്പോൾ അവരുടെ വോയിസ് ആയിരിക്കാം, ഹെയർ സ്റ്റൈൽ ആയിരിക്കാം, അങ്ങനെ പല കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും തിരിച്ചറിയുന്നത്. ഇങ്ങനെയുള്ളവർക്ക് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്റ്റോറിയൊക്കെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആദ്യം സിമ്പതിയൊക്കെ തോന്നും, പിന്നെ എന്തിനാണ് എനിക്ക് അങ്ങനെയൊന്നും തോന്നേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതിനെപ്പറ്റി തന്നെ വായിച്ചുകൊണ്ടിരിക്കും. ഓഫീസിലേക്ക് പോകുമ്പോൾ ഡോജെ ജൂഹാന്റെ അടുത്ത് ചോദിക്കും, സെഗിയെ കാണാൻ ഭംഗിയാണോ എന്ന്. സെഗിയെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല നിറമൊക്കെയാണ്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് പെൺകുട്ടി അല്ല എന്നുണ്ടെങ്കിൽ ജൂഹാൻ പറയും. ഇയാൾക്ക് പിന്നെ എങ്ങനെയുള്ള പെൺകുട്ടികളെയാണ് ഇഷ്ടം എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാലും അറിയത്തില്ലല്ലോ എന്നാണ് ഇവൻ തിരിച്ചു പറയുന്നത്. സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് ഡോജെ. സെഗിയെ പറ്റി കൂടുതൽ അറിയണം, സെഗിയോട് കൂടുതൽ അടുക്കണം എന്ന് തീരുമാനിക്കും. അന്നത്തെ ഫംഗ്ഷന് വരുന്ന പ്രധാനപ്പെട്ട VIPസിനെ എല്ലാം ഫോട്ടോ കാണിച്ചിട്ട് പരിചയപ്പെടുത്തി കൊടുക്കും ഡോജയ്ക്ക്. എന്നിട്ട് ലാസ്റ്റ് ഒരാളെ കാണിച്ചിട്ട് പറയും, ഇത് ലോക്കൽ ഏവിയേഷൻ ഓഫീസിലെ ഡയറക്ടറാണ്, അറ്റൻഷൻ സീക്കർ ആണ്, അയാളെ എന്ത് വന്നാലും റെക്കഗ്നൈസ് ചെയ്യണം, അയാൾക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട് വന്നാൽ അത് നമ്മുടെ കമ്പനിയെ ബാധിക്കും എന്ന് പറഞ്ഞു കൊടുക്കും. ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വന്ന് ഓരോരുത്തരായിട്ട് ഗ്രീറ്റ് ചെയ്ത് ഇങ്ങനെ നടക്കുമ്പോഴാണ് സേഗി അവിടേക്ക് വരുന്നത്. ഡോജ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അമ്മയും ഗ്രാൻഡ് ഫാദറും കൂടി അവിടേക്ക് വരും. അമ്മ എന്നിട്ട് ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് പറയും, ഞാൻ ഇവനൊരു ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തതാണ്, പക്ഷെ അവർ കുട്ടിയെ ഇഷ്ടപ്പെട്ടില്ല, ആ കുട്ടിയുടെ പേരൻസിന്റെ അടുത്ത് ഞാൻ ഒരുപാട് അപ്പോളജൈസ് ചെയ്യേണ്ടി വന്നു എന്ന്. അപ്പോൾ ചോദിക്കും, ശരിക്കും നിനക്ക് ഗേൾഫ്രണ്ട് ഒന്നും ഇല്ലേ, റൂമർ ശരിയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മയ്ക്ക് സംശയമാവും. ശരിക്കും റൂമർ കേൾക്കുന്നുണ്ടല്ലോ, അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല എന്ന് പറയും. ഉറപ്പാണോ എന്ന് ഉടനെ ജൂഹാന്റെ അടുത്താണ് ചോദിക്കുന്നത്. ഞാനല്ലേ പറയുന്നത് ഉറപ്പാണെന്ന് ഉടനെ ഡോജെ പറയും. അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം, റൂമേഴ്സ് ഒന്നും സത്യമാകാതിരിക്കട്ടെ. ശരി അച്ഛാ, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ് ഫാദറിനെ വിളിച്ചുകൊണ്ട് അമ്മ പോകും. അത് കഴിഞ്ഞിട്ട് ഇവൻ സേഗിയെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്, പക്ഷേ അവിടെ ഒന്നും കാണത്തില്ല. അത് കഴിഞ്ഞിട്ട് റിബൺ കട്ട് ചെയ്യുന്ന സെറമണിയാണ്. എല്ലാവരും നിരന്ന് നിൽക്കുകയാണ്. ഡോജയുടെ അടുത്താണ് സേഗി നിൽക്കുന്നത്. ആ സമയത്താണ് ലാസ്റ്റ് പരിചയപ്പെടുത്താൻ VIP അവിടേക്ക് വരുന്നത്. അയാള് പരിചയമുള്ളോട്ട് വന്നിട്ട് ഡോജയുടെ അടുത്ത് സംസാരിക്കും, കൺഗ്രാറ്റ്സ് ഒക്കെ പറയും. ആരാണെന്ന് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഡോജയ്ക്ക് ഇയാളെ മനസ്സിലാവുന്നില്ല. ഇയാളാണെങ്കിൽ ദേഹത്ത് ചായ എന്താ വീണിട്ട് കോട്ടും ടൈയും എല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു രീതിക്കും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ചു നേരം ആകുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ നോക്കി തുടങ്ങും. പ്രശ്നമാവുമെന്ന് മനസ്സിലാവുന്നുണ്ടെ സേഗി പെട്ടെന്ന് ഇയാളുടെ അടുത്ത് പരിചയമുള്ള കൂട്ട് സംസാരിക്കും. എനിക്ക് സാറിനെ നല്ല പരിചയമുണ്ട്, എനിക്ക് പക്ഷെ പേരുകൾ ഞാൻ അങ്ങനെ ഓർത്ത് വെക്കാറില്ല, എന്തായിരുന്നു സാറിന്റെ പേര് എന്ന് ചോദിക്കും. അപ്പൊ ഇയാൾ പേര് പറയും. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, എനിക്ക് നേരിട്ട് പരിചയമില്ല, പക്ഷെ ഞാൻ എക്കണോമിക് മാഗസീനിൽ സാറിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെയാണ് എനിക്ക് പരിചയം എന്ന് പറയും. അപ്പൊ ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് ഇവന് മനസ്സിലാവും. കണ്ടു നിന്ന അമ്മയ്ക്കും സെക്രട്ടറിക്കും അന്നേരമാണ് ആശ്വാസമാവുന്നത്. ഡോജെ താങ്ക്സ് പറയാനായിട്ട് സെഗിയെ വിളിക്കുന്നുണ്ട്. അവൾ പറയും, എന്നോട് നന്ദിയൊന്നും പറയണ്ട, ഇതിപ്പോ
ഇയാളുടെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിലും ഞാൻ ഇത് തന്നെ ചെയ്തേനെ. അതിപ്പോൾ ഇയാളായതുകൊണ്ടല്ല ഞാനിത് ചെയ്തതെന്ന് അവൻ പറഞ്ഞ കൂട്ട് അത് തന്നെ തിരിച്ചു പറയും. എന്തിനാ ഡോജയെ രക്ഷപ്പെടുത്താനായിട്ട് പോയത്? അവിടെ നിന്ന് കഷ്ടപ്പെട്ടേന്ന് വെച്ചാൽ പോരായിരുന്നു എന്ന് ഭൂമി സേകിയെടുത്ത് ചോദിക്കും. ഉടനെ തന്നെ പറയാം, അല്ലെങ്കിൽ കുഴപ്പമില്ല, ചെയ്ത് നല്ല കാര്യമല്ലേ, അത് നമുക്ക് തിരിച്ചെങ്ങനെയെങ്കിലും നല്ലതായിട്ട് തന്നെ വരും എന്ന് പറയും. അന്നേരം അവർക്കൊരു കോള് വരും. സെക്രട്ടറിയുടെ ആണ്, ഡോജയുടെ. ഒരു ഡോക്യുമെന്റ് മറന്നു വെച്ചു, അത് തരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ എന്ത് ഡോക്യുമെന്റ് എന്ന് ചോദിച്ചിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇവള് പുറത്തേക്ക് പോകും. ഭൂമി പോയി കഴിയുന്നതന്നെ എനിക്ക് ഡോജ എടുത്ത് സിമ്പതി തോന്നി, അതുകൊണ്ടാണ് ഞാനത് ചെയ്തതെന്ന് ഒറ്റയ്ക്കിരുന്ന് സെഗി പറയും. അന്നേരം ഡോജ വന്ന് ഡോറ് തുറക്കും. ഇയാൾ എന്നോട് പറഞ്ഞല്ലോ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ ഉള്ളൊരവസരമാണ് ഞാൻ ഇല്ലാതാക്കിയതെന്ന്. പിന്നെ ഇയാളെ ഒളിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി എനിക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം കിട്ടുമോ എന്ന് നോക്കാനാണ്. ഇയാൾ കുറച്ച് കഴിയുമ്പോൾ ബിസിയാണോ, ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ചോദിക്കും. ഒന്നുമില്ലാന്ന് സെഗി പറയും. അങ്ങനെയാണെങ്കിൽ വാ നമുക്ക് ഒന്നിച്ച് എൻ്റെ വീട്ടിലേക്ക് പോവാന്ന് ഡോജെ പറയും. കേട്ടത് തെറ്റിപ്പോയെന്ന് അറിയാനായിട്ട് സെഗി വീണ്ടും ചോദിക്കും എന്താ പറഞ്ഞതെന്ന്. ഇത് തന്നെ ഡോജെ റിപ്പീറ്റ് ചെയ്യും.